ഇനി അന്തർദേശീയ വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. 3 ഇസ്രയേലി ബന്ദികളെ ഗസയിൽ അബദ്ധത്തിൽ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സേന പറയുന്നു. അതുപോലെ മറ്റൊരു സുഖകരമായ വാർത്ത വന്ന അൽ ജസീറയുടെ ക്യാമറമാൻ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും വരുമ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ നമുക്കൊപ്പം PP ജെയിംസ് ചേരുന്നു. ഗുഡ് മോർണിംഗ് PP ജെയിംസ്. ഗുഡ് മോർണിംഗ് SKN. വിവരങ്ങൾ പറയൂ. SKN, ഇസ്രായേൽ സേനയ്ക്ക് യുദ്ധം തുടങ്ങി 2 മാസം കഴിയുമ്പോൾ വല്ലാത്ത ഒരു കയ്യബദ്ധം എന്ന് പറയുന്ന പോലെ അബദ്ധം പറ്റിയിരിക്കുന്നു. അവരാരെയാണോ രക്ഷിക്കാൻ ശ്രമിച്ച് യുദ്ധം നടത്തുന്നത് ആ ബന്ദികളിൽ 3 പേരെ കൊലപ്പെടുത്തിയിരിക്കുന്നു ഇസ്രായേൽ സേന. പ്രത്യേകിച്ച് വടക്കൻ ഗസയിൽ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കെ അവർ നടത്തിയ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. 3 പേരും യുവാക്കളാണ്, 3 ചെറുപ്പക്കാരായിട്ടുള്ള ഇസ്രായേലികളാണ് കൊല്ലപ്പെട്ടത്. അത് അവരുടെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും വല്ലാത്തൊരു കടുങ്കൈ തന്നെയാണ് ഇസ്രായേൽ സേന നടത്തിയിരിക്കുന്നത്. ഇതിനെതിരെ ഇസ്രായേലിൽ വല്ലാത്ത ജനരോഷം നടക്കുകയാണ്. ടെല്ലവീവിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഒരു അൺബെയറബിൾ ട്രാജഡിയാണ്, സഹിക്കാൻ പറ്റാത്ത ദുരന്തം സംഭവിച്ചിരിക്കുന്നു എന്നാണ്. കാരണം ഈ ബന്ദികളെ രക്ഷപ്പെടുത്താനെന്ന പേരിലാണ് യുദ്ധം ആരംഭിച്ചത്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വെടിനിർത്തൽ നടത്തി ഏതാണ്ട് 100-ലേറെ ബന്ദികളെ രക്ഷപ്പെടുത്തിയെങ്കിലും അവരെ കൈമാറിയെങ്കിലും ഇപ്പോഴും 100ഓളം ബന്ദികൾ ഹമാസിൻ്റെ കയ്യിലാണ്. അതിൽ 3 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മളെ വളരെ വേദനിപ്പിക്കുന്ന മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നിരവധി മാധ്യമപ്രവർത്തകരാണ് ഈ ഗസയിലെ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നത്. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് 50-ലേറെ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു. ഇത് അൽ ജസീറയുടെ ക്യാമറമാനും കൊല്ലപ്പെട്ടതായി അൽ ജസീറ അറിയിക്കുന്നു. ഇസ്രായേലി ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. യുദ്ധം വളരെ മുറുകുകയാണ്. പ്രത്യേകിച്ച് തെക്കൻ ഗസയിൽ ഖാൻ യൂണിസിലടക്കം ഇസ്രായേൽ ടാങ്കുകൾ ഇരച്ചു കയറുന്നു, ഹമാസുമായിട്ട് പോരാടുന്നു. ഹമാസ് ഇസ്രായേലി സൈനികരെ 100-ലേറെ പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വലിയ രീതിയിൽ തന്നെ യുദ്ധം നടക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, അതിനിടയിൽ ഗസയിൽ മാത്രമല്ല ലെബനനിൽ 30 തവണ ഇസ്രായേൽ സേന വ്യോമാക്രമണം നടത്തി. ഇതിനെതിരെ അമേരിക്ക രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹെസ്ബുള്ളയെ നേരിടാൻ വേണ്ടിയാണ് അവർ വ്യോമാക്രമണം നടത്തിയത്. ഇങ്ങനെ പോയാൽ യുദ്ധം വ്യാപിക്കും. കാരണം ഇത് ഗസയിൽ ഒതുങ്ങി നിൽക്കുന്നു. ഇപ്പോൾ ലെബനനിലേക്ക് യുദ്ധം നീട്ടരുത് എന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ ഇതൊന്നും കൂസുന്നില്ല. വല്ലാത്ത സമ്മർദ്ദത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പാലസ്തീൻ അനുകൂലമായി അറബ് രാജ്യങ്ങളടക്കം ലോകരാജ്യങ്ങളൊക്കെ രംഗത്തുണ്ട്. പക്ഷേ ഇസ്രായേൽ UN പ്രമേയം 153 വോട്ട് അല്ലെങ്കിൽ 153 രാജ്യങ്ങൾ പിന്തുണച്ചിട്ട് പോലും ഇസ്രായേൽ കുലുങ്ങുന്നില്ലെന്ന് മാത്രമല്ല SKN, അവരെ ഈ ഹമാസിൻ്റെ ഭൂഗർഭ തുരങ്കങ്ങളിലേക്ക് കടൽ വെള്ളം അടിച്ച് പരീക്ഷണം നടത്തി. അത് വിജയകരമാണെന്ന് കണ്ടാൽ ഈ തുരങ്കങ്ങളിൽ മുഴുവൻ കടൽ വെള്ളം അടിച്ചു കയറ്റാനാണ് തീരുമാനം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ പരിസ്ഥിതി നശിക്കും, കുടിവെള്ളം കിട്ടാനാവും. ഈ കുടിവെള്ളവും കടൽ വെള്ളവും ചേർന്നാൽ അവിടുത്തെ ഒരു തരത്തിലും പിന്നീട് അവിടെ വാസയോഗ്യമല്ലാത്ത രീതിയിലേക്ക് ഗസ മാറും. ഇത് തന്നെയാണോ ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. വംശഹത്യ നടത്തുക, അതുപോലെ തന്നെ ഗസയിൽ നിന്ന് പാലസ്തീനികളെ ഓടിക്കുക എന്ന തരത്തിൽ ഇസ്രായേലിൻ്റെ ലക്ഷ്യങ്ങൾ മാറി എന്നുള്ള ആരോപണം കൂടുതൽ ശക്തമായിട്ടുണ്ട് SKN. അതുപോലെ നമ്മൾ യുക്രൈനിലേക്ക് പോയാൽ അവിടുത്തെ കൗൺസിൽ യോഗത്തിലുള്ള ഒരു വില്ലേജ് കൗൺസിലർ ഗ്രനേഡുകൾ എറിഞ്ഞു പൊട്ടിച്ചു എന്ന വാർത്ത വരുന്നു. എന്തൊക്കെയാണ് കൂടുതൽ റിപ്പോർട്ടുകൾ PP? SKN, എല്ലാവരും ഈ ആത്മഹത്യ ചെയ്യുന്ന, സ്വയമായിട്ട് ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. മറുഭാഗത്ത് റഷ്യ യുക്രൈൻ നഗരങ്ങളിൽ ബോംബുകൾ വർഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വന്തം നാട്ടിലെ പ്രാദേശിക കൗൺസിലിൽ ഈ ബജറ്റിൻ്റെ പേരിൽ തർക്കം നടക്കുകയും തർക്കത്തിൻ്റെ പേരിൽ ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ വില്ലേജ് കൗൺസിലർ ഒരു കൂട്ടം ഗ്രനേഡായി വരികയും അത് യോഗത്തിലേക്ക് എറിയുകയും അയാളടക്കം ഈ അക്രമിയടക്കം 50-ലേറെ പേർക്ക് ഗുരുതരമായ പരിക്കേറ്റ ആശുപത്രിയിലാണ്. ഒരുപക്ഷെ പലർക്കും മരണം സംഭവിക്കാവുന്ന അവസ്ഥയിലാണ്. ഇതിനിടയിൽ റഷ്യ യുക്രൈനിൽ ആക്രമണം വ്യാപകമാക്കിയിട്ടുണ്ട്. വ്യോമാക്രമണം നടക്കുന്നു, ഡ്രോണുകൾ അയക്കുന്നു, ക്രൂയിസും ബാലിസ്റ്റിക് മിസൈലുകൾ കീവിന് നേരെ തൊടുക്കുന്നു. ഈ രീതിയിൽ റഷ്യ മുന്നേറ്റം തുടരുകയാണെന്ന് മാത്രമല്ല, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പത്രസമ്മേളനം നടത്തിയും ഇലക്ഷൻ പ്രചരണം നടത്തിയും ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ അമേരിക്ക സൈനിക സഹായം നൽകുന്നില്ല, യൂറോപ്യൻ യൂണിയനിൽ ചേർക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടുള്ളൂ യൂറോപ്യൻ രാജ്യങ്ങൾ. അവിടെ നിന്നും സൈനിക സഹായം ലഭിക്കുന്നില്ല. വ്ളാഡിമിർ സെലൻസ്കി വല്ലാത്ത അവസ്ഥയിലാണ്, തൃശങ്കുവിൽ നിൽക്കുകയാണ്. കാരണം ഈ രീതിയിൽ യുദ്ധം പോയാൽ റഷ്യ ഒരുപക്ഷെ ഉക്രൈൻ പിടിച്ചടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ അടുത്ത് വരുന്ന ഫെബ്രുവരി 24 2 വർഷം തികയും ഉക്രൈൻ യുദ്ധത്തിന്. അപ്പോൾ ആ യുദ്ധത്തിൽ ഒരുപക്ഷെ ഉക്രൈൻ തോറ്റുപോയാൽ യൂറോപ്പിൽ റഷ്യയുടെ
ഒരു സാമ്രാജ്യത്വ ശക്തി എന്ന നിലയിൽ യൂറോപ്പിലെ പല രാജ്യങ്ങളും പിടിച്ചടക്കാൻ സാധ്യതയുണ്ടെന്ന് നാറ്റോയുടെ സെക്രട്ടറി ജനറലായിട്ടുള്ള ജെൻസ് സ്റ്റോൾട്ടൻബർഗ് തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. SK. അതുപോലെ ജെയിംസ്, മറ്റൊരു കാര്യം, ഈ ലഡാക്കിനെ കേന്ദ്രഭരണ പ്രദേശമാക്കിയ സർക്കാരിൻ്റെ നടപടി സുപ്രീം കോടതി അംഗീകരിച്ചതിനെ ചൈന എതിർക്കുന്നു. അതുപോലെ നമ്മുടെ കാശ്മീർ വിധിയെ, സുപ്രീം കോടതി നൽകിയ വിധിയും പാകിസ്ഥാൻ എതിർക്കുന്നു. എന്താ നമ്മൾ നടക്കുന്നത്? SK, ഇതിൽ രണ്ട് പ്രദേശങ്ങളാണ്. ഒന്ന് ജമ്മു കാശ്മീർ, അവർ പറയുന്നു, പാകിസ്ഥാൻ പറയുന്നു ഇത് ഡിസ്പ്യൂട്ടഡ്, അവർ തർക്കമുള്ള മേഖലയാണ്. അതിലൊരു കോടതിക്ക്, ഒരു രാജ്യത്തിൻ്റെ കോടതിക്ക് വിധി പറയാൻ പറ്റില്ല, അതിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയുകയും ജമ്മു കാശ്മീർ സംബന്ധിച്ചുള്ള വിധികൾ പാസ്സാക്കുകയും ചെയ്യാൻ ഇന്ത്യൻ സുപ്രീം കോടതിക്ക് അതിനുള്ള അധികാരമില്ല എന്ന് തന്നെയാണ് പാകിസ്ഥാൻ പറയുന്നത്. ഇന്ത്യ കേൾക്കേണ്ട കാര്യമില്ല. എന്നാലും പാകിസ്ഥാൻ ആ തരത്തിൽ വിലയിരുത്തൽ അവരുടെ വിദേശ മന്ത്രാലയം നടത്തിയിരിക്കുന്നതിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനവുമായി രംഗത്ത് വരുന്നു. അവരുടെ ഭീകരാക്രമണമൊക്കെ കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കത്തിലാണ്. പ്രത്യേകിച്ച് മഞ്ഞുകാലത്താണല്ലോ പാകിസ്ഥാൻ ആ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എന്ന് മാത്രമല്ല SK, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ദുരന്തത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടെ സാമ്പത്തിക സ്ഥിതി തകർന്നു, ലക്ഷക്കണക്കിന് ആൾക്കാർ പട്ടിണിയിലാണ് എന്നു മാത്രമല്ല അവിടെ തീവ്രവാദം അതീവ ഗുരുതരമായിരിക്കുന്നു പാകിസ്ഥാനിൽ. അഫ്ഗാൻ ബന്ധമുള്ള പാക് താലിബാൻ, തെഹ്രിക് പാകിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള സംഘടനകൾ പാക് സൈന്യത്തെയാണ് ലക്ഷ്യം വെക്കുന്നത്. അവരെ കൊന്നൊടുക്കുന്നത് 20-30 സൈനികരെയൊക്കെയാണ് ഓരോ യൂണിറ്റിൽ അവർ വന്ന് ചാവേർ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തുന്ന അവരെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നതും. ഇത് വല്ലാത്ത രീതിയിൽ അവർ ബാധിക്കും. നേരത്തെ ISI ഒക്കെ ചെയ്തിരുന്നത് ഭീകര സംഘടനകളായ ലഷ്കർ-ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദിനെയൊക്കെ കൂടെ നിർത്തി ഇന്ത്യയെ ആക്രമിക്കുകയായിരുന്നു. ഇപ്പോൾ അഫ്ഗാൻ ബന്ധമുള്ള തീവ്രവാദി സംഘടനകൾ വന്ന് പാകിസ്ഥാൻ സൈന്യത്തെ ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. വല്ലാത്ത ഒരു അരാജകത്വം നിൽക്കുമ്പോഴാണ് ഇന്ത്യക്കെതിരെ മുന്നറിയിപ്പും താക്കീതുമായിട്ട് പാകിസ്ഥാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതിനിടയിൽ SK, ചൈന ലഡാക്ക് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. ഒരുപക്ഷെ അക്സായ് ചിന്നിൽ 38,000 സ്ക്വയർ കിലോമീറ്റർ 1962 യുദ്ധത്തിൽ അവർ തട്ടിക്കൊണ്ടുപോയതാണ്. അപ്പോൾ അത് ഇന്ത്യ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുമെന്നുള്ള പേടി അവർക്കുണ്ട്. എന്ന് മാത്രമല്ല ദെപ്സാങ്, ഡംചോക്ക് പോലെയുള്ള ലഡാക്കിലെ പ്രദേശങ്ങളിൽ ഇപ്പോഴും ചൈനീസ് സൈന്യം നിൽക്കുകയാണ്. 3.5 വർഷം കഴിഞ്ഞു. 2020 മെയ് മാസത്തിൽ തുടങ്ങിയതാണ് ചൈനയുടെ ഈ തള്ളിക്കയറ്റം. ഇപ്പോഴും ഇന്ത്യൻ മണ്ണിൽ നിൽക്കുന്നുവെന്ന ആരോപണമുണ്ട്. അവർ പിന്മാറാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ഈ ആരോപണം നിലനിൽക്കെ തന്നെയാണ് ചൈന പറയുന്നത് ഈ നമ്മുടെ ലഡാക്ക് മേഖല അതിനെ കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തെ സുപ്രീം കോടതി ശരിവെച്ചത് ഞങ്ങൾ തള്ളുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചൈന രംഗത്ത് വന്നിരിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. അപ്പോൾ ചൈനയും പാകിസ്ഥാനും ഇന്ത്യയുടെ സുപ്രീം കോടതി വിധിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. എന്തായാലും ഇന്ത്യ ഇക്കാര്യത്തിൽ ഒരു തരത്തിലും വഴങ്ങാനുള്ള നിലപാടിലല്ല എന്ന് മാത്രമല്ല ഇന്ത്യയുടെ അമിത്ഷാ ആഭ്യന്തരമന്ത്രി വളരെ ശക്തമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് മാത്രമല്ല പാകിസ്ഥാൻ കൈവശം വെച്ചിരിക്കുന്ന ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്ന് ഇന്ത്യ ശക്തമായിട്ട് പ്രഖ്യാപിച്ചതാണ്. എന്തായാലും ഇന്ത്യയും ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിരിക്കുന്നു. SK. ജെയിംസ്, ഒരു കാര്യമുണ്ട്, ഈ മാലിദ്വീപുമായുള്ള ഇന്ത്യയുടെ ബന്ധവും വഷളായിട്ടുണ്ട്. മാത്രമല്ല ചൈന അവിടെ പിടിമുറുക്കുന്നു എന്നാണ് വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ മിലിറ്ററി അവിടെ നിന്ന് പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു എന്നതിൽ വാർത്ത വരുന്നു. എത്രമാത്രം ഈ വാർത്ത ശരിയാണ്? SK, മാലദ്വീപുമായി എല്ലാ കാലത്തും ഇന്ത്യക്ക് നല്ല ബന്ധമാണ് ഉള്ളത്. ഒരു ഇടയ്ക്ക് മാത്രമാണ് ഇന്ത്യക്ക് വലിയ അനുകൂലമല്ലാത്ത നഷീദ് അവിടെ അധികാരത്തിലിരുന്നത്. അത് മാറ്റി നിർത്തിയാൽ അദ്ദേഹത്തിന് ഇന്ത്യക്ക് അനുകൂലമായിരുന്നു മാലദ്വീപിൻ്റെ മുഴുവൻ നിലപാടുകളും. എന്ന് മാത്രമല്ല മാലദ്വീപിലെ പ്രസിഡന്റിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരു ശ്രമം നടന്നപ്പോൾ റിബൽസ് ആയിട്ടുള്ള ആൾക്കാർ അവരെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിലേക്ക് നിറയൊഴിച്ചപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ ആക്കുളത്തിൽ നിന്നാണ് വ്യോമസേന പറന്നു ചെന്ന് അവരെ ഓടിച്ചതും മാലദ്വീപിനെ രക്ഷപ്പെടുത്തിയതും. പക്ഷേ ആ കാലങ്ങൾ മാറിയിരിക്കുന്നു. ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ അനുകൂലിയായ പ്രസിഡന്റ് സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും ചൈനീസ് അനുകൂലി വിജയിക്കുകയും ചെയ്തതോടെ അദ്ദേഹം ആദ്യം പറഞ്ഞത് അവിടെ സുരക്ഷയ്ക്ക് നിൽക്കുന്ന ഇന്ത്യൻ സൈനികരോട് പിന്നോട്ട് പോകണം അല്ലെങ്കിൽ അവിടെ നിന്ന് പോകണമെന്നാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ചർച്ചയിൽ ആ തീരുമാനം ഏതാണ്ട് തീരുമാനിക്കുകയും ചെയ്തു. ഇന്ത്യൻ സേനയെ പിൻവലിക്കുകയാണ്. എന്ന് മാത്രമല്ല ഇന്ത്യയുടെ സഹകരണത്തോടെ നടക്കുന്ന ഹൈഡ്രോഗ്രാഫിക് പര്യവേഷണം അത് നിർത്തിവെക്കാൻ ഈ മണിക്കൂറുകളിൽ മാലദ്വീപ് ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മാലദ്വീപ് ഇന്ത്യക്കെതിരെ തിരിയുന്നു, ചൈന പിടിമുറുക്കുന്നു. ഇത് വളരെ തന്ത്രപ്രധാനമായ പ്രദേശമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മേധാവിത്വത്തിന് വേണ്ടി ചൈന ശ്രമിക്കുകയും അമേരിക്കയുടെ സഹായത്തോടെ ഇന്ത്യ അവിടെ ആധിപത്യം നിലനിർത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മാലദ്വീപിൽ ചൈനയ്ക്ക് അനുകൂലമായ ഒരു സർക്കാർ വരികയും അവർ ഇന്ത്യയോട് വളരെ എതിർപ്പോടെ പെരുമാറുകയും ചെയ്യുന്നത് അപകടകരമാണ്. പ്രത്യേകിച്ച്
ശ്രീലങ്കയിലും ചൈനയുടെ പിടി മുറുകുകയാണ്. കാരണം അവർ ഹമ്പൻതോട്ട തുറമുഖം 99 വർഷത്തേക്ക് അവരെടുക്കുന്നു. ചൈനയുടെ ചാരക്കപ്പലുകൾ അവിടെ വരുന്നു. അപ്പോൾ ശ്രീലങ്ക ഒരു ഭാഗത്ത്, മാലദ്വീപ് ഏതാണ്ട് ഒരു സൈഡിൽ, പാകിസ്ഥാൻ, ചൈന, ഇങ്ങനെ ഇന്ത്യയുടെ അയൽവാസികളിൽ ബംഗ്ലാദേശ് ഒഴികെയുള്ള അയൽവാസികൾ ഇന്ത്യക്കെതിരെ തിരിയുന്നത് വലിയ ജോഗ്രഫിക്കലായിട്ട് വല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു വി പി ജെയിംസ്. ഇനി വിദേശ വാർത്തകൾ നമുക്ക് നാളെ.